ഏവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂലൈ 30-നാണ് സ്വദേശ് മെഗാ ക്വിസ് സ്കൂൾ തല മത്സരം. അതിൻ്റെ സിലബസും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വായിക്കുക. LP, UP, HS, HSS എന്നീ വിഭാഗങ്ങളിലായിരിക്കും എക്സാം. അപ്പോൾ ഓരോന്നിൻ്റെയും സിലബസ് നോക്കുക, അതനുസരിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആവശ്യമായ വീഡിയോ ആണ് നാം തയ്യാറാക്കിയത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ കൂട്ടുകാർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂലൈ 30-നാണ് സ്കൂൾ തല സ്വദേശ് മെഗാ ക്വിസ് മത്സരം നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി നമുക്ക് കഴിഞ്ഞ വർഷം 2024 നടന്ന സ്കൂൾ തല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, തൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. രണ്ടാമത്തെ ചോദ്യം, 1952 ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളം കളി മത്സരം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിനെ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം നെഹ്റു ട്രോഫി വള്ളം കളി. ഇനി മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അഞ്ചാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. ആറാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഇനി ഏഴാമത്തെ ചോദ്യമാണ്, ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമ പഠനം പൂർത്തിയാക്കിയത്? ഉത്തരം ഇംഗ്ലണ്ട്. എട്ടാമത്തെ ചോദ്യം, ISROയുടെ 10ാമത് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത മലയാളി ആരാണ്? ഉത്തരം ഡോക്ടർ S സോമനാഥ്. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? ഉത്തരം 1948 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഇനി 10ാമത്തെ ചോദ്യം, ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് 11ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം, 1928 സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ്. ഇനി 13ാമത്തെ ചോദ്യം, വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന 2024 T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം? ഉത്തരം ഇന്ത്യയാണ് കേട്ടോ. ഇനി 14ാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശാന്തിവനം. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? സരോജിനി നായിഡു.
16-ാമത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ഏതാണ്? ഉത്തരം ഫ്രാൻസ്. 17-ാമത്തെ ചോദ്യം, 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏതാണ്? ചെനാബിലെ ജമ്മു കാശ്മീരിലാണ് കേട്ടോ അത്. 19, മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം ഏത്? സബർമതി ആശ്രമമാണ്. ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത്? 1931 ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത്. അടുത്തത്, അപ്പോൾ 20 ചോദ്യമാണ് ഉണ്ടാവുക. അപ്പോൾ അഥവാ ടൈ ആയിട്ട് വന്നാൽ ചോദിക്കണ ചോദ്യങ്ങളാണ്. അതൊന്ന് നോക്കാം. 1-ാമത്തെ ചോദ്യം, ആകാശ മിഠായി ആരുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമകളുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻ ബറോ ആണ് കേട്ടോ. 1938 നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ്? നാഷണൽ ഹെറാൾഡ് ആണ്. 4-ാമത്തത്, ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാബ ആംതെ ആണ്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9 കേട്ടോ.